the process already? Yes. Okay. You guys have done this before? No, I have And not. they have done it before? When did they do it? 2015 ടെന്നസിയിലെ വാൾമാർട്ട് സ്റ്റോറിൽ നിന്ന് $4,500 വിലമതിക്കുന്ന 155 റേസറുകൾ 2 ഇന്ത്യൻ സ്ത്രീകൾ മോഷ്ടിച്ചതിന് സമാനമായ ഒരു സംഭവം വീണ്ടും നടന്നിരിക്കുകയാണ് യുഎസിലെ ന്യൂജേഴ്സിയിൽ. യുഎസിൽ പഠിക്കുന്ന 20ഉം 22ഉം വയസ്സ് പ്രായമുള്ള 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾ യുഎസിലെ ഹോബോക്കെൻ നഗരത്തിലെ ഒരു കടയിൽ നിന്ന് മോഷണം നടത്തി കടന്നുകളയാൻ ശ്രമിച്ചു. ഇരുവരും ഹൈദരാബാദ് സ്വദേശിനികളാണ്. കടയിൽ ഉണ്ടായിരുന്നവർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഹോബോക്കൻ സിറ്റി പോലീസ് കടയിലെത്തി. ഉടൻ തന്നെ മോഷണം നടത്താൻ ശ്രമിച്ച പെൺകുട്ടികളെ പോലീസ് കാണുകയും ചെയ്തു. ഇരുവരുടെയും അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. എന്നാൽ ഷോപ്പ് മോഷണം ആരംഭിച്ച ഹോബോക്കൻ സിറ്റി പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഇതിന്റെ മുഴുവൻ തുകയും നൽകാൻ തയ്യാറാണെന്ന് യുവതികളിൽ ഒരാൾ പറഞ്ഞു. ഇനി ഒരിക്കലും അത്തരത്തിലൊരു കുറ്റം ആവർത്തിക്കില്ലെന്നും തങ്ങളെ വെറുതെ വിടണമെന്നും മറ്റൊരു യുവതിയും പോലീസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് ഇവരുടെ അപേക്ഷ ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഇവർക്ക് പോലീസ് നിയമവശങ്ങൾ പറഞ്ഞുകൊടുത്ത് അറസ്റ്റും രേഖപ്പെടുത്തി. കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മാർച്ച് 19-നാണ്. സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയാണ് ഹൈദരാബാദ് സ്വദേശിനികളായ ഭവ്യ ലിംഗനഗുണ്ട, യാമിനി വൽഗൽപുടി എന്നിവർ ന്യൂജേഴ്സിയിലെത്തിയത്. മോഷണം നടത്താൻ ശ്രമിച്ച കടയിൽ അവർ എടുത്ത 2 ഇനങ്ങൾക്ക് പൈസ കൊടുക്കുകയും ബാക്കി അവർ വാങ്ങിയ 27 ഇനങ്ങളുമായി പുറത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. മൊത്തം $155.61 വില വരുന്ന സാധനങ്ങളാണ് ഇരുവരും അവിടെ നിന്ന് വാങ്ങിയത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ തങ്ങളുടെ അക്കൗണ്ടിൽ പരിമിതമായ ബാലൻസ് മാത്രമാണ് ഉള്ളൂ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത്. എന്തായാലും മോഷണ ശ്രമമാണെന്ന് മനസ്സിലായതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പോലീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന മധ്യേ അതിലൊരു യുവതി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഞങ്ങളുടെ H-1B പ്രോസസ്സിനെയോ ജോലിയെയോ ബാധിക്കുമോ എന്ന്. ബാധിക്കുമെന്ന മറുപടിയാണ് അവർക്ക് പോലീസിൽ നിന്ന് ലഭിച്ചത്.